പതിവ് പോലെ കണ്ണൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് ഇതാ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് ഇങ്ങനെ കയറി പോകുക. അപ്പം ഞാനും കരുതി ഇവൻ എന്തിനായി പോകുന്നതെന്ന്. ഞാനും പുറകെ പോയി. അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം മല്ലിക തൈകൾ നട്ട തോട്ടമൊക്കെ കാണിച്ചു തന്നില്ലേ, അപ്പോൾ ആ തോട്ടത്തിലേക്കാണ് കക്ഷിയുടെ യാത്ര. അപ്പോൾ കണ്ണൻ്റെ അച്ഛനും കൂടെയുള്ള ആൾക്കാരൊക്കെ മല്ലിക കൃഷിത്തോട്ടത്തിൽ അതിൻ്റേതായ രീതിയിൽ വളങ്ങളിടുകയും മണ്ണ് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മല്ലിക തോട്ടം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മല്ലിക ചെടിക്ക് ആദ്യമായി ചെയ്യേണ്ട വളരീതികളെ കുറിച്ചിട്ടാണ്. അതെങ്ങനെയൊക്കെ ചെയ്യണം, ആ വളം ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബാക്കി നമുക്ക് കണ്ണനോടും കണ്ണൻ്റെ അച്ഛനോടും കൂടെയുള്ളവരോടൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. കണ്ണ, ഇന്ന് ചെണ്ടുമല്ലികയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫ്രണ്ട്സ്, നമ്മളൊരു ചെണ്ടുമല്ലിക കൃഷിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ചെണ്ടുമല്ലിക രണ്ടാഴ്ചയായിട്ടുള്ളൂ, നല്ലോണം മണം വെച്ചു. ഇപ്പം നമ്മളിതിന് വളമിട്ട് കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ മണ്ണും കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും മിണ്ടുന്നില്ലൊരു പറ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെണ്ടുമല്ലിക്ക് മണ്ണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇതാണ് ഹുമിക്സ് എന്ന് പറഞ്ഞ വളം. രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പൂ ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ അടിവളം ആദ്യം ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടാഴ്ചക്ക് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒഴിക്കുന്നത്. കാണിച്ചിട്ട് പറ ഉറക്കാൻ. ഇത് എൻ്റെ ആരോഗ്യമുള്ളൂ. ചെടീനെ കൊണ്ടൊക്കെ കാട്ടല്ല മതി. ഒരു ചെടിക്ക് ഏകദേശം 30 മില്ലിയാണ് വേണ്ടത്. നോക്കടോ. അപ്പോൾ നമ്മളിന്ന് ഹുമിക്സ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെടികൾക്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്ര വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കരുത്താകാൻ വേണ്ടിയിട്ടും ഹുമിക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് നല്ല മഴയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയായ കാരണം ചെടികൾക്ക് ശരിയായ വളർച്ച കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ആഴ്ച കഴിയുമ്പോഴത്തേനും കട്ട് ചെയ്യണം. അപ്പം അത് നട്ടിട്ട് 3 ആഴ്ച കഴിയുമ്പോഴത്തേനും കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ വളർച്ച എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു നല്ല എനർജി ആയിട്ടുള്ള തൈകൾ കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഹുമിക്സ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ തൈയിൻ്റെ തല മുറിക്കുന്ന വീഡിയോ ആണ്.
തല മുറിച്ച് കഴിഞ്ഞാൽ കുറേ ശിഖരങ്ങൾ വരികയും അതിലൂടെ കുറേ പൂക്കൾ കൂടുതൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തല കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. ആടെയല്ലപ്പാ ആ ബക്കറ്റിന് നോക്കാം, മുമ്പത്തെ ബക്കറ്റ് ഇങ്ങോട്ട് ബക്കറ്റ്. കളിയാ ഇതിനുള്ളിൽ കയറി ഇത് അങ്ങോട്ട് വന്നേ, അതിലോട്ടോ ചെടി